ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്സിൽ ഡൽഹിയിൽ നിന്ന് ബിരുദം. 4-5 വർഷമായി ഡൽഹിയിൽ സ്ഥിരമായി യാത്രകൾ സംഘടിപ്പിക്കുന്നു. നോർത്തിലും സൗത്തിലും ഒരുപാട് യാത്രകൾ ചെയ്ത് പരിചയമുള്ള വ്യക്തി. സോഷ്യൽ വർക്കിൽ ആകൃഷ്ടനായി ഒരു എൻജിഒയിൽ ചേർന്ന് ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തി. നമുക്ക് മുസ്തഫയ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. മുസ്തഫ, വെൽക്കം ടു ദ ഷോ. ട്രാവൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ താങ്കളെ ഞങ്ങളുടെ ഷോയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് മുസ്തഫയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിവരിക്കാം. ട്രാവലിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു ബിരുദധാരിയാണ് ഞാൻ. കാരണം സോഷ്യൽ വർക്കിംഗ് ബിരുദമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചണ്ഡീഗഡിലുള്ള അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. എൻ്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ വീട്ടിലുള്ള മൂത്ത മകനാണ്. ഉമ്മ, 2 അനിയത്തിമാർ അടങ്ങുന്ന ഒരു ഫാമിലിയാണ്. ട്രാവലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നതും ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന NGOസും അതുമായി ബന്ധപ്പെട്ട വർക്കുകളും കാരണം വിവിധ സംസ്ഥാനങ്ങളിലൂടെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയും ചെയ്ത കാരണമാണ് ഈ ഒരു ഫീൽഡിലേക്കാണ് എത്തുന്നത്. യാത്ര ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളിലൂടെ പുതിയ ആളുകളെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത കാരണം അവിടെ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസ് വെച്ച് അതിലൂടെ ഉണ്ടാകുന്ന കോൺടാക്റ്റുകൾ വെച്ചിട്ടാണ് ഇങ്ങനൊരു യാത്രകൾക്ക് വേണ്ടിയിട്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിൽ ഇത്തരം ഒരു സംരംഭമായിട്ട് 50-ന് മേലെ പ്രായമുള്ള ആളുകൾക്ക് പുതുതായിട്ട് വല്ല ട്രെൻഡുകളും മാർക്കറ്റിൽ വിസിബിൾ ആണോ? അവർക്ക് ഇപ്പോൾ യാത്ര പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ വല്ലതുണ്ടോ? 50 above ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് ലെവലും അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് ലെവലും എനിക്ക് പറയാം. എൻ്റെ ഒരു 2-3 വർഷങ്ങളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം നമ്മളിപ്പോൾ നിൽക്കുന്ന കാശ്മീരിലടക്കം യാത്ര ഗ്രൂപ്പുകളായിട്ട്, അതായത് ഒരു ക്രൗഡ് ആയിട്ടുള്ളത് പെൻഷനേഴ്സ് അസോസിയേഷനാണ്. അതായത് റിട്ടയർമെൻറ്റ് ലൈഫ് കഴിഞ്ഞിട്ട് അവരുമായി ബന്ധപ്പെട്ടൊരു അസോസിയേഷനുള്ള ആളുകൾ കൂടി ചേർന്നിട്ട് അവർ ഫാമിലി ആയിട്ടോ അല്ലാതെയോ ഈ യാത്രകൾക്ക് എത്തുന്നൊരു ട്രെൻഡ് കാണുന്നുണ്ട്. അതായത് അത് ഈവൻ കാശ്മീർ മാത്രമല്ല, അതുപോലെ ഇപ്പോൾ ഇന്ത്യയിലുള്ള പല മേഖലകളാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഭയങ്കര ഇപ്പോൾ 2-3 വർഷം എനിക്ക് ഈ ഫീൽഡിലുള്ളത് 5 വർഷത്തെ റണ്ണിങ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആ എക്സ്പീരിയൻസിൻ്റെ അപ്പുറത്തേക്ക് 3 വർഷത്തെ കാണുന്ന ട്രെൻഡിങ് എന്ന് കാണുന്നത് 50 and above ആയിട്ടുള്ള ആളുകളുടെ ഒഴുക്കാണ്. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം അവരുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ കണക്ഷൻസുമായി അവരിങ്ങോട്ട് വരികയും അവർ മാക്സിമം ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഈ 50 above ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം ഏജുകളിലെത്തിയ ആളുകൾക്ക് ഒരു ട്രാവലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഏരിയകൾ അങ്ങനെ പറയുന്നത് നമുക്ക് ഏത് ഏരിയകളിലേക്ക് യാത്ര ചെയ്യാം. അതായത് നമ്മുടെ ക്ലൈമറ്റ്, നമുക്ക് അതിന് കറക്റ്റ് പ്ലാനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത ക്ലൈമറ്റുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭൂപ്രകൃതി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടും അതിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടും നമുക്ക് ഈ ഏജ് ലെവലിലുള്ള ആളുകളിലേക്ക് യാത്ര പോകാവുന്നതാണ്. 50-ന് ശേഷം യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ടൈം ചില ആളുകളെല്ലാം ഫസ്റ്റ് ടൈം റിട്ടയർമെൻറ്റിന് ശേഷമായിരിക്കും ദൂരെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരു 50 കിലോമീറ്ററിൻ്റെ താഴെയുള്ള ഡിസ്റ്റൻസിലൊക്കെ ട്രാവൽ ചെയ്ത് മാത്രമുള്ള ആളുകൾ ദൂരെ യാത്രകൾ 2-3 ദിവസം യാത്ര ചെയ്ത് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പരിഗണനകൾ നൽകാറുണ്ടോ? അവർക്ക് എന്തെങ്കിലും അഡ്വൈസുകൾ കൊടുക്കാറുണ്ടോ? അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നിങ്ങൾ അവർക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്? എസ്പെഷ്യലി 50 above ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള പാക്കേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ബുക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഒരുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും അവരുടെ നേച്ചർ, അവരുടെ ക്ലൈമറ്റ്, അവർക്ക് പോകാൻ പറ്റിയ സ്പേസുകൾ, അവർക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രീ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്രത്തോളം ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്രൗഡാണോ, അല്ലെങ്കിൽ ഇത്രത്തോളം വെതർ പ്രോബ്ലംസ് ഉള്ള സ്പേസിലേക്ക് പോകാൻ പറ്റിയ ക്രൗഡാണോ, അതിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് എന്താണ്, അവരുടെ ഫുഡ് പ്രോബ്ലംസ്, അതായത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ കാശ്മീർ അല്ലെങ്കിൽ മറ്റുള്ള ഏരിയകളാണെങ്കിൽ നമുക്ക് നമ്മുടെ യാത്രകൾക്കിടയിലുള്ള ട്രാഫിക്കോ മറ്റു കാര്യങ്ങളോ കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും അത് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും നമുക്ക് നമ്മുടെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒരു ഓൺ ടൈമായിട്ട് കിട്ടിക്കോണമെന്നില്ല ആ യാത്രയ്ക്ക്. അപ്പോൾ അതിനുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതിനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇന്ന ഏരിയയിൽ നിന്ന് ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടാനും
മെയിനായിട്ടുള്ള നമുക്ക് ഈ ഏജ് ലെവലിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവാം, അത്തരം ആളുകൾ, അത്തരം പ്രോബ്ലംസ് വരുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്ക് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് മെയിൻലി നമ്മൾ ആദ്യം എടുക്കുക. ഭക്ഷണമായിരിക്കും കൂടുതൽ കോംപ്ലിക്കേഷൻസ് അവർക്ക് യാത്രയിലുണ്ടാവുക. ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അവർ നിങ്ങളോടത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള അനുഭവം കൂടിയാണ് എനിക്കതിൽ പറയാനുള്ളത്. കാരണം അനുഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്. കാരണം ശരിക്കും അതൊരു ഏജ്ഡ് ഗ്രൂപ്പായിട്ടല്ലായിരുന്നു. നമ്മളൊരു കോഴിക്കോടുള്ള GIT മാനാഞ്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് കുട്ടികളുടെ എണ്ണം ഒരു അവിടെ അവരുടെ പാക്കേജിൻ്റെ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ കഴിയാതിരിക്കുകയും അത് കഴിയാതിരിക്കുന്ന സമയത്ത് അവർ ഒരു റിക്വസ്റ്റ് ചെയ്യും, മുമ്പ് റിട്ടയർഡ് ആയ കുറച്ച് ടീച്ചേഴ്സിനെയും അതുപോലെ അവരുടെ ഫാമിലിയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഓക്കെ നമുക്കിത് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയും ചെയ്തു. കുട്ടികൾ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഇങ്ങനത്തെ ടീച്ചേഴ്സിനോടും മുൻപത്തെ ടീച്ചേഴ്സിനോടൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ലിയാണ്, ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. അങ്ങനെ നമുക്കറിയാം വെസ്റ്റ് ബംഗാൾ റൂട്ടിൽ അല്ലെങ്കിൽ ഗുവാഹട്ടി റൂട്ടിൽ പോകുന്ന വീക്ക്ലി എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറയുന്നത് സ്ലീപ്പർ ക്ലാസ്സിൽ ബുക്ക് ചെയ്തിട്ടാണ് ഇത്രയും ഏജ് ആയിട്ടുള്ള ആളുകൾ അടക്കം പോകുന്നത്. അവരത് റെഡിയാണെന്ന് പറഞ്ഞു. നമ്മളതിന് മുന്നായിട്ട് തന്നെ കുറച്ച് തിരക്കുണ്ടാവും, തിരക്കുള്ള റൂട്ടാണ്. സ്ലീപ്പർ ആണെങ്കിൽ പോലും നമ്മൾ സ്ലീപ്പറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ചെയ്യരുതെന്ന് പറയും. ആ ട്രെയിനിൽ കയറിയത് തൊട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ക്രൗഡ് ആ ട്രെയിനിലേക്ക് ഇടിച്ച് കയറുകയും കുട്ടികളടക്കം എല്ലാവരും പാനിക്കാവുകയും ചെയ്ത സമയത്ത് അതിലൊരാളുണ്ടായിരുന്നു എബോ 62 ഒരു 63ഓളം, ഏകദേശം കുറച്ച് കാലം മുമ്പേ റിട്ടയർഡായ, പേര് വരാൻ സെക്കീന ടീച്ചർ എന്നാണ്. എനിക്ക് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യാം. ഒരു 2 കൊല്ലം മുമ്പത്തെ ആണെങ്കിൽ ഓർമ്മ വരുന്ന കുറച്ച് പേരുകളാണ് സെക്കീന ടീച്ചർ എന്നുള്ളത്. അപ്പോൾ സെക്കീന ടീച്ചർ പറയാണ്, ഇതാണ് നമ്മുടെ യാത്രൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കിത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടാണ് യാത്ര ചെയ്തിട്ടുള്ളത്. നമുക്കിതും ഒരു അനുഭവമാക്കി ചേർക്കാം. അങ്ങനെ ഇവർ യാത്ര കഴിഞ്ഞ് ഏകദേശം ഗുവാഹട്ടിയിലെത്തിയതിൻ്റെ ശേഷം അവർ നമ്മൾ ട്രാവലറിൽ പിക്ക് ചെയ്ത് കയറി ഒരു മേഘാലയയിലേക്ക്, ഷില്ലോങ്ങിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഷില്ലോങ്ങിൽ എത്തിയതിൻ്റെ മുമ്പ് ഒരു തടാകമുണ്ട്. ആ തടാകത്തിലേക്ക് എല്ലാവരും ഇങ്ങനെ നടന്ന്, ഞങ്ങളെല്ലാവരും കുട്ടികളുടെ ബാഗിലൊക്കെ നടന്നു പോകും. പെട്ടെന്ന് ഒരാൾ ഓടിപ്പോയിട്ട് ആ തടാകത്തിലേക്ക് ചാടുന്നതാണ് കണ്ടത്. നമ്മളാകെ പേടിച്ചു ഓടി, കുട്ടികളാരെങ്കിലും ചാടിയിട്ടുണ്ടാവും. അപ്പോൾ സെക്കീന ടീച്ചർ ഇങ്ങനെ നനഞ്ഞ് എണീറ്റ് നടന്ന് വരികയാണ്. നല്ല സെറ്റ് വെള്ളമാണ്, നാണെങ്കിൽ ചാടി കുളിച്ചാൽ. അസ്തമയം വൈകും, ഉദയം ഭയങ്കര നേരത്തെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഷെഡ്യൂളുകൾ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് നമ്മൾ സോൾവ് ചെയ്ത് ആ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യുന്ന ലാസ്റ്റ് ദിവസം ഒരു ദിവസം കൂടി ബാക്കിയിരിക്കെ ആസാം മേഘാലയ ബോർഡറിലുള്ള ട്രൈബുകൾ തമ്മിലൊരു ചെറിയ കലാപം ഉണ്ടാവുകയാണ്. നമ്മൾ വിചാരിച്ച എല്ലാ പ്ലാനൊന്നും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വരും. അത്രത്തോളം എനിക്ക് തോന്നുന്നത് അന്നൊരു 40ഓളം ആളുകൾ വെടിവെച്ച് കൊല്ലപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ വണ്ടികൾക്ക് കല്ലെറിയുക, ഭയങ്കര പാനിക്കാവുന്ന സിറ്റുവേഷനിലെല്ലാം ടീച്ചർ പറയുന്ന സാധനം അതൊക്കെ നമ്മുടെ യാത്രകളുടെ അനുഭവമാണ്. അങ്ങനെ തിരിച്ചെത്തുന്ന സമയത്ത് ഇതേ ഇഷ്യൂ കാരണം ഗുവാഹട്ടിയിൽ നമുക്ക് ഒരു റൂം പോലും അവൈലബിൾ അല്ല എത്ര സാഹചര്യങ്ങൾ. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഷില്ലോങ്ങിൽ നിൽക്കാനാണ്. നമ്മൾ അതേ സമയം തന്നെ മോർണിംഗിൽ എത്തുന്ന പ്ലാനിലാണ് ഗുവാഹട്ടിയിലുള്ളത്. നമുക്ക് ട്രെയിനും മോർണിംഗാണ്, അപ്പോൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് എത്തുന്ന പ്ലാനാണുള്ളത്. അപ്പോൾ ഈ പ്ലാൻ പ്രകാരം നമുക്ക് അവിടെ എത്താൻ കഴിയുന്നത് വളരെ നേരത്തെയാവും. ആ രാത്രി നമുക്ക് ഏജ് ആയിട്ടുള്ള മറ്റുള്ള ആളുകളുണ്ട്. ഒരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞ നേവിയിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് മാത്രം യാത്ര ചെയ്ത് ശീലിച്ച മനുഷ്യനായിരുന്നു. ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് ഹോട്ടൽ. അപ്പോൾ കുട്ടികളും ഈ സെക്യൂരിറ്റി ടീച്ചർ അടക്കം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഒരു എക്സ്പീരിയൻസ് ആക്കാം എന്ന് പറയും. നമുക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്തൊരു മനുഷ്യനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം നമുക്ക് റൂം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂം കണ്ടെത്താൻ പോവാണ്. ഓൺലൈനിൽ ഒറ്റ റൂം അവൈലബിൾ അല്ല ഇതിൽ. ഓഫ്ലൈനായിട്ട് നമ്മൾ എത്രത്തോളം റൂമുകൾ നടന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും ചേർക്കാൻ വേണ്ടിയിട്ട് റൂം തിരയുന്ന സമയത്ത് ഒറ്റ ഹോട്ടലും അവൈലബിൾ അല്ലാത്ത സമയത്ത് നേവിയിലുള്ള അതിൽ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആളും അവസാനം പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇത്രത്തോളം നമ്മൾ യാത്രകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതായത് ഞാൻ എൻ്റെ കംഫർട്ടബിൾ ലെവൽ വിട്ടിട്ടുള്ള യാത്രനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിരുന്ന പല സാധനങ്ങളും ശരിയായിട്ടുള്ള ബുദ്ധിമുട്ടല്ല. അതായത് നമുക്കൊന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കംഫർട്ട് ലെവൽ, നമ്മൾ കംഫർട്ട് ലെവലിൽ നിന്ന് ഭേദിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഫൈനാണ്, ഓക്കെയാണ്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനും ഓക്കെയാണ്. അപ്പോൾ
എനിക്ക് ഈ യാത്രകൾ അതെനിക്ക് തോന്നുന്നു എനിക്ക് ഈ സെക്കൻഡ് ടീച്ചറായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അടക്കും. കാരണം സെക്കൻഡ് ടീച്ചറാണ് ആദ്യം അവിടെ ഒരു വിരിപ്പ് വിരിച്ച് കിടന്നത്. ഇവിടെയും കിടന്നുറങ്ങാൻ നമുക്ക് പറ്റും. നമ്മുടെ സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രസകരമായ അനുഭവമാണ് ആ കാര്യത്തിൽ. എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? ഒരു ക്ലയൻറ്റിന് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നതും അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യേണ്ടി വരുന്നതുമായിട്ട് വല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടോ? സ്പെഷ്യലായിട്ടുള്ള റിക്വയർമെൻറ്റുകൾ വന്നിട്ടുള്ള കുറേ നമുക്ക് നമ്മുടെ എൻക്വയറീസിൽ നോക്കുന്ന സമയത്ത് ഒരു 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 നോർമൽ ടൈപ്പിൽ യാത്ര ചെയ്യുന്ന മോഡല്ലാതെ വ്യത്യസ്തമായ യാത്ര ചെയ്യണമെന്നോ വ്യത്യസ്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളതൊരു 5 6 അടങ്ങുന്ന ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീം വരും. അങ്ങനെ കുറച്ച് വില്ലേജുകൾ വിസിറ്റ് ചെയ്യണം. അത് രാജസ്ഥാനിലാവണം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങളെ കയ്യിലെന്ന് ചോദിക്കും. അതുവരെ നമ്മൾ അങ്ങനെ സ്പെഷ്യലായിട്ട് വില്ലേജുകൾ ടിപ്പിക്കൽ ടൂറുകൾ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തതിൻ്റെ ഒരു വില്ലേജ് ഉണ്ട്. അതിൻ്റെ പേര് രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്റ്റിൽ നൊസൽ എന്നാണ് പറയുക. ഞാനൊരു പ്രൊജക്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്ത ഒരു വില്ലേജായിരുന്നു. അപ്പോൾ ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം അജ്മീറിൽ നിന്നും ഒരു 90 കിലോമീറ്ററിൻ്റെ മേലെ അല്ലെങ്കിൽ ടോട്ടൽ 120 കിലോമീറ്ററിൻ്റെ ദൂരം പോകണം. അതും അജ്മീറിൽ നിന്ന് കിഷൻഗഡ് എന്ന് പറയുന്ന ഒരു മാർബിൾ പ്രൊഡക്ഷൻ ഏറ്റവും കൂടിയ സിറ്റി. അതാണ് അവിടുത്തെ ഏറ്റവും നിയർ ബൈ. അത് കഴിഞ്ഞ് റൂപ്പൻഘട്ട് കഴിഞ്ഞാൽ നൊസൽ എന്നാണ് ആ ഒരു വില്ലേജിന് പറയുക. അതായത് നമുക്കൊരു 20 വർഷം ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ അതുപോലുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഭരണ സംവിധാനങ്ങളും അതുപോലുള്ളൊരു വീടുകളും ഭക്ഷണമൊക്കെ നമുക്ക് അങ്ങനെ കാണാം. നമുക്കൊരു കേരളത്തിൻ്റെ ഒരു 20 വർഷം ബാക്കിലോട്ട് വെച്ചാൽ അവിടുത്തെ പലതരം പൊളിറ്റിക്കൽ ആൻഡ് നോൺ പൊളിറ്റിക്കൽ റീസൺസും കാരണങ്ങളൊക്കെ അത്രയും ബാക്ക്വേർഡ് ആയിട്ടുള്ള വില്ലേജ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രൊജക്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ ഒരു 2030 ആ റേഞ്ചിലേക്ക് അപ്സ്കെയിൽ ചെയ്യാനുള്ള ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മന്ദാൻ എന്ന് പറയുന്ന ഒരു ചെറിയ അവിടുത്തെ നാട്ടിലെ നമുക്ക് അറിയാവുന്ന പൂഷാറാംജി തേജാറാംജി എന്നൊക്കെ പറയുന്ന ഏറ്റവും സാധാരണ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ളൊരു NGO ആണ് മന്ദാൻ. അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിരുന്ന NGO അവിടെ പ്രൊജക്റ്റുകൾ ചെയ്തിരുന്നത്. അപ്പോൾ അവർക്കൊരു താമസിക്കാൻ സംവിധാനമുണ്ട്. അതുപോലെ അവർ ആ വില്ലേജസിനായിട്ടുള്ള ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് ആലോചിച്ച് മന്ദാനെ ഓൾറെഡി കുറച്ച് കോൺഫ്ലിക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കോൺഫ്ലിക്റ്റുകളുമായി ബന്ധപ്പെട്ട് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയമാണ്. ഫണ്ടിങ് പലതും നിന്ന സമയമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഈ വില്ലേജിനെ കുറിച്ച് പറയും. വെരി ഗ്രൗണ്ടഡ് ലൈഫാണ്. അല്ലെങ്കിൽ നമ്മളൊരു നിലത്ത് ബെഡ് വിരിച്ച് കിടക്കുന്ന സിസ്റ്റമാണ്. നമ്മുടെ ലക്ഷറി എന്ന് പറയുന്നത് ആ രൂപത്തിലായിരിക്കും. ഭക്ഷണം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് റൊട്ടിയും മുളകിൻ്റെ ചട്ടിനിയുമാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടേക്ക് യാത്ര ചെയ്യാൻ അവിടെ അനുഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസുകളുണ്ടാവും. അങ്ങനെ ഈ ആളുകൾ അവിടേക്ക് നമ്മൾ കൊണ്ടുപോയി അവിടെ ഈ മന്ദാലിൻ്റെ NGOയിലുള്ള സ്ഥലത്ത് കിടന്നുറങ്ങി ഓരോ ദിവസം ഇവരുടെ ഓരോ കൃഷിസ്ഥലങ്ങളും അതുപോലെ ഇവർക്ക് നമുക്ക് സാമ്പാറിലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ ലേക്ക് ഉണ്ട്. അവിടുത്തെ 90% ആളുകൾ അവിടുത്തെ നമുക്ക് ഈ ഉപ്പ് ഇതാക്കിയിട്ടാണ് എടുക്കുന്നത്. രാജസ്ഥാനിൽ കടലില്ല, പക്ഷെ അവിടുത്തെ മൈനിങ് വാട്ടർ ബോറിങ് വാട്ടർ ഉപ്പ് അടങ്ങിയതാണ്. അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസുകൾ അവിടുന്ന് ലഭിക്കുകയും അവർ പറഞ്ഞു നമുക്ക് ഒരു ട്രാവലിംഗ് കമ്പനിയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതൊരു കമ്പനി എന്നുള്ള ലെവലിൻ്റെ അപ്പുറം പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതൊന്നും ഉണ്ടായൊരു ഔട്ട്പുട്ടാണ്. പക്ഷെ അത്തരം റിക്വയർമെൻറ്റുകൾക്ക് നമ്മൾ ഇങ്ങനെ ഇതുപോലത്തെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യലുണ്ട്. അത് ഭയങ്കര അപൂർവമായിട്ടാണ്. കാരണം അപൂർവം നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയും. അതായത് ഈ ഒരു വില്ലേജിൻ്റെ സിസ്റ്റം ഇതാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത പലതും ഉണ്ടാവും, ഇഷ്ടപ്പെടുന്ന പലതും ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാം, ഭക്ഷണങ്ങൾ ഉണ്ടാവാം. പക്ഷേ ആ കമ്മ്യൂണിറ്റിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവിടെ അങ്ങനെ നമ്മൾ പെരുമാറാവും. നമ്മളവിടെ ഒട്ടും ലക്ഷറി പ്രതീക്ഷിക്കരുത്. നമ്മൾ ലക്ഷറിനെ വേറെ ഒന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടിപൊളിയായിട്ട് സർവൈവ് ചെയ്യും. എക്സ്പീരിയൻസുകൾ ബാക്കിയാവും. അപ്പോൾ അത് യാത്ര ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പറഞ്ഞത്. ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത തരത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിന് പറ്റിയ ഏറ്റവും ഒരു ഓർമ്മ ഉള്ളത് ഈ യാത്രയെ കുറിച്ചൊക്കെയാണ്.
യങ്സ്റ്റേഴ്സ്, ഉദാഹരണത്തിന് ഒരു 25-ന് താഴെ 20-ന് താഴെയൊക്കെയുള്ള കുട്ടികൾക്ക് അഡ്വഞ്ചറസ് ആയി അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനുകൾ നിങ്ങളുടെ അങ്ങനെ സ്ഥിരമായി ഇങ്ങനത്തെ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ അത്തരം ലൊക്കേഷനുകൾ ഏതെല്ലാമാണ് നിങ്ങൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത്? കാരണം ആ ഏജ് ഗ്രൂപ്പ് ഒരുപാട് കാശ് ചിലവാക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് അല്ല, പക്ഷെ അവർക്ക് അഡ്വഞ്ചറാണ് അവർ താല്പര്യപ്പെടുന്നത്. അത്തരം കേസുകളെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അതിൻ്റെ പ്രോബ്ലങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒന്ന് ബഡ്ജറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. വലിയൊരു കാരണം, അതായത് നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി നമ്മൾ എടുക്കുന്ന ബഡ്ജറ്റിനെയും കൂടി കണക്ട് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞെന്ന് കരുതിയിട്ടൊരു ഒരു യാത്ര ലാഭകരം ആയിക്കോണം എന്നില്ല. കാരണം നമുക്ക് ലഭിക്കുന്ന ഫെസിലിറ്റിനെയും കൂടി അതിൽ കണക്ട് ചെയ്യായിരിക്കും. ഒരു പക്ഷേ ഏതൊരു ടൂർ കമ്പനി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു ട്രാവൽ കമ്പനിയും ഒരു യാത്രയ്ക്ക് എടുക്കുന്ന പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കാം. ഒരു പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഈക്വലി അപ്പുറം കിടക്കുന്നത് അവിടെ കുറയുന്ന ബഡ്ജറ്റ് പരമാവധി ബഡ്ജറ്റിൽ നിന്നാണ്. അതായത് ഒരു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയുടെ അതിൽ വരുന്ന അസിസ്റ്റൻസിൻ്റെ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ഫെസിലിറ്റേഷൻസിലാണ് ഇതിലുള്ള ഒരു കുറവ്. അപ്പോൾ ബഡ്ജറ്റ് ട്രിപ്പ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതൊരു മോശം സാധനമല്ല, അവർക്ക് അത് ഓക്കെയാണ്, കംഫർട്ടബിളാണ്. അപ്പോൾ ബഡ്ജറ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി. ഇപ്പോൾ നമ്മൾ 6 ആൾ പോകുന്നൊരു വണ്ടിയിൽ 10 ആൾ കയറ്റുന്ന സമയത്ത് നമുക്ക് 10 ആളുകൾ ഡിവൈഡ് ചെയ്യാൻ കഴിയും. 2 ആൾക്ക് കൊടുക്കുന്ന റൂമുകളിൽ നമുക്ക് 6 ആളെ കിടത്തി കഴിഞ്ഞാൽ അവിടെയും കോസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ കംഫർട്ടബിൾ അല്ലാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. നമ്മളൊരു ചില സമയങ്ങൾ പരീക്ഷിക്കുക, എന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് നിർത്തിവെക്കുക. നമുക്കൊരു പ്രോഫിറ്റിൻ്റെ അപ്പുറത്തേക്ക് നെഗറ്റീവ് ഇമേജുകൾ വരാൻ കാരണമാവുന്നുള്ളൊരു കാരണത്തിൽ അത് വളരെ കുറവായിട്ടാണ്. എങ്കിൽ പോലും ഇപ്പോൾ അങ്ങനത്തെ ബഡ്ജറ്റ് ട്രാവലുകളല്ലാതെ കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരലുണ്ട്. പക്ഷെ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ട്രക്കിംഗ് പ്രോഗ്രാംസ് പോലെ. ഇപ്പോൾ ഇവിടെ കശ്മീരിൽ, നമ്മൾ ഇരിക്കുന്ന കശ്മീരിൽ അറിയണമെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമുക്ക് ദ ഗ്രേറ്റ് ലേക്സ് ട്രക്സ് എന്ന് പറയുന്ന ട്രക്കിംഗ് പ്രോഗ്രാം ഉണ്ട്. 7 ദിവസം നീളുന്ന, മിനിമം 7 ദിവസത്തോളം എടുക്കുന്ന കുതിരകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്ന രൂപത്തിലുള്ള ട്രക്കിംഗ് പ്രോഗ്രാമുകളാണ്. അതുപോലെ ഒരു റെഗുലർ റൂട്ടുകളല്ലാത്ത നോർത്ത് ഈസ്റ്റ് മേഖലകളിലേക്ക്, സിക്കിം, മേഘാലയ, അരുണാചൽ പ്രദേശ് മേഖലകൾക്ക് റെഗുലർ ബഡ്ജറ്റ് പാക്കേജുകളൊന്നും റൺ ചെയ്യുന്ന സ്ഥലമല്ല. അപ്പം അത്തരം സ്ഥലങ്ങളിലേക്കും നമ്മൾ യങ്സ്റ്റേഴ്സിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു നിലവിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കശ്മീർ, മണാലി മേഖലകളിൽ നമ്മൾ കൂടുതൽ ഒരു ബഡ്ജറ്റ്, അതായത് അത്രയും എക്സ്പെൻസുകൾ കുറഞ്ഞിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള, അതായത് ബഡ്ജറ്റ് വളരെ അധികത്തിലാണെന്നുള്ളതല്ല, പക്ഷേ ഒരു 3000, 4000 അങ്ങനത്തെ രൂപത്തിലുണ്ട്. അത് അവർ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ അത്തരം സാധനങ്ങൾ നമ്മൾ കൊടുക്കാത്തത് ഈ ഒരു കാരണത്തിൽ. ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസ് ഫോർ ദ ഗസ്റ്റ് മോശമാവാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതിനു വേണ്ടിയിട്ട് ബഡ്ജറ്റിലുള്ള ഒരു വ്യത്യാസം കാരണം അവർക്കുള്ള എക്സ്പീരിയൻസ് ക്വാളിറ്റി മോശമാവേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. അതിലൊരു ഉദാഹരണം കൂടി പറയാൻ കഴിയുന്നത്, നമ്മൾ ഒരുപാട് കോളേജ് പാക്കേജുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ മർക്കസ്, അതുപോലെ GIT, നടക്കാവ്, അങ്ങനെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളൊക്കെ ആയിട്ട് പാലക്കാടും ഒക്കെ അടക്കുന്ന കോളേജ് ട്രിപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളേജ് ട്രിപ്പുകളുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് ആര് കോച്ച് ചെയ്യുന്നു അവർക്ക് അവർക്ക് പാക്കേജ് എടുക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് ഏറ്റവും കുറവ് പാക്കേജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 500 റുപ്പീസോ 1000 റുപ്പീസോ ഒക്കെ ആയിരിക്കാം ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തരം കോമ്പറ്റീഷനുകൾ ഉള്ള പാക്കേജുകളുടെ ഐറ്റനറികളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ആളുകൾ വരും. അപ്പോൾ ആളുകൾ വരുമ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ റേറ്റ് ഇതാണ്, നമുക്കിതിനെ ഫേസ് ചെയ്തിട്ട് നമുക്കതിന് ഇത് ചെയ്യാൻ പറ്റില്ല, അതായത് ഒരു പാക്കേജ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഈ റേറ്റിൽ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഒന്ന് ഗ്യാരണ്ടീഡ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ സർവീസിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതും നിങ്ങളുടെ റൂം ഇത്രത്തോളം കംഫർട്ടബിൾ ആവും എന്നുള്ളതും ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതല്ലാത്ത ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, നമ്മൾ ഡയറക്റ്റ് ഇവിടെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട്. പക്ഷെ അതിലുള്ള ഫെസിലിറ്റികളും അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനങ്ങളായിരിക്കും എന്നുള്ളൊരു ഒരു അങ്ങോട്ടൊരു റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അത്തരം പാക്കേജുകൾ ഏത് ടൈപ്പ് വേണം എന്നുള്ളത് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി, അതായത് ഇത്ര കാര്യങ്ങൾ ഷുവർ ചെയ്തിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ച് ആ യാത്രകൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് യാത്രയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ പറഞ്ഞതിൽ
ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യാം. കാരണം നമുക്കതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു 1% 2% കൂടായിരിക്കും. പക്ഷേ അതിലുണ്ടാവുന്ന ഒരു 60% അടങ്ങുന്ന ഒരു ക്രൗഡായിരിക്കും. അവരൊരു പക്ഷേ അതിൽ അവെയർ ആവില്ല. മറ്റേത് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി ഷുവറായിരിക്കും. നമുക്ക് അതിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണോ? ടെക്നോളജി നിങ്ങളുടെ പാക്കേജുകൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഉദാഹരണത്തിന് കാലാവസ്ഥ മുൻകൂട്ടി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ട് റേറ്റുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക, അതുപോലെ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഇൻസ്റ്റഗ്രാമിനും മറ്റും ഷോക്കേസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? സോഷ്യൽ മീഡിയകളാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻഫ്ലുവൻസ് മാർക്കറ്റേഴ്സിന് യൂസ് ചെയ്യലുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതായത് ഒരു യങ്സ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ. ഇനി കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പോലുള്ള മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള മീഡിയകളിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്, രണ്ട് ടൈപ്പ് ഓഫ് പാക്കേജ് പോസ്റ്ററുകളാണെങ്കിലും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ അനൗൺസ്മെൻറ്റ്സ് ആണെങ്കിലും രണ്ട് തരത്തിലായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിനാണെങ്കിൽ കുറച്ചും കൂടി ഒരു റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്തിട്ടുള്ള റീൽസുകളോ പോസ്റ്റുകളാവാം. ഫേസ്ബുക്കിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള സേഫ്റ്റി കൺസേൺസ്, യാത്രയുടെ ഒരു ഭംഗി, അതിനെക്കുറിച്ചൊക്കെയുള്ള അപ്പോൾ ഇത് രണ്ടും ടാർഗറ്റ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ന്യൂ ജെൻ മീഡിയസിന് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് വ്ളോഗേഴ്സിനെ, അതുപോലെ ഇൻഫ്ലുവൻഷ്യൽ ട്രാവലേഴ്സ്, അങ്ങനത്തെ ആളുകൾക്കും കൂടി പാക്കേജുകൾ ചെയ്തിട്ടും അതിലൂടെയുള്ള ഒരു പബ്ലിസിറ്റിയും കൂടി നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ പാക്കേജുകളുമായി ബന്ധപ്പെട്ട് ടെക്നോളജിനെ എങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ നമ്മൾ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഗ്രൂപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ കൂട്ടി നമുക്കറിയാം ഏത് ഡേറ്റിലായിരിക്കും ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ടാകുന്ന സമയം, അത് ഏത് ടൈം ബുക്ക് ചെയ്താലാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ എപ്പോഴും മഞ്ഞ് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ കശ്മീരിനെ സംബന്ധിച്ച് മഞ്ഞുള്ള സമയം എന്ന് പറയുന്നത് സീസൺ അല്ലാത്ത സമയമാണ്. കൂടുതൽ നല്ല ഹോട്ടലുകൾക്കടക്കം റേറ്റ് കൂടുതൽ കുറയും, ഫ്ലൈറ്റിന് റേറ്റ് വളരെ കുറവായിരിക്കും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തരം ഇപ്പോൾ മഞ്ഞ് കാണാൻ താല്പര്യമുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലൈറ്റ് പാക്കേജ് ഇടുമ്പോൾ തന്നെ ഒരു സീസൺ ടൈമിൽ ഒരു ട്രെയിൻ പാക്കേജ് ഇടുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷോർട്ട് ടൈം ഉള്ള ആളുകൾ, ഒരു വിൻ്റർ വെക്കേഷൻ പീരീഡിലുള്ള ആളുകൾക്കൊക്കെ ആ ടൈം ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ജമ്മു താവി കശ്മീരിലേക്ക് വരുന്ന ഉദാഹരണം പറയാം. ജമ്മുവിലേക്ക് ഡയറക്റ്റുള്ള ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇത്തരം ഓപ്ഷൻസ് ഉപയോഗിക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റിനെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തി ചെയ്യുമ്പോൾ ഡൽഹിയെ കട്ട് ചെയ്തിട്ട് അവിടെ ഇറങ്ങി മാറിക്കയറേണ്ട ബുദ്ധിമുട്ട് കട്ട് ചെയ്യും, അവിടെ നിന്നുള്ളൊരു കോസ്റ്റിംഗ് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പാക്കേജുകൾ ആളുകൾക്ക് ഫീസിബിളായിട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെ ക്വാളിറ്റി കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പാക്കേജുകളെ അതിനെ അറേഞ്ച് ചെയ്യാനും അതിൻ്റെ ഫെസിലിറ്റീസിനെ കട്ട് ചെയ്യാതെ തന്നെ കൂടുതൽ ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യാനും ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് കഴിയും. രണ്ട്, നമുക്ക് പിന്നെ അതിനുപയോഗിക്കുന്ന വാഹനങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ടീമാണെങ്കിൽ അത് 12 ആളുടെ വാഹനം, ഒരു 15, 17, 21 അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഫില്ലിങ് നടത്തുന്ന രൂപത്തിലുള്ള ഒരു പ്ലാനിങ് കൂടി വെക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ക്രൗഡ് ഓഡിയൻസിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഫീസിബിൾ ആളുകൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാനും കഴിയും. ഇനി നമ്മൾ ഒരു യാത്ര സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു ക്ലൈമറ്റ്, അവിടുത്തെ സാഹചര്യങ്ങൾ, ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥ ഇതുകൂടി കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട്, കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അൺപ്രഡിക്റ്റബിൾ അല്ലാത്ത കാലാവസ്ഥകൾ ഉണ്ടാകുന്ന സമയങ്ങളൊഴികെ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടൊരു ഹെവി റെയിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഒരു ഹെവി സ്നോഫാളിൻ്റെ സാധ്യതകൾ, എയർപോർട്ട് അടച്ചിടാനുള്ള സാധ്യതകൾ മുൻകൂട്ടി അറിയാനുള്ള മാർഗ്ഗങ്ങൾ നോക്കിയും അതിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് അതിൽ ശ്രദ്ധിച്ച് അതിലുള്ളൊരു പ്ലാൻ ഷെഡ്യൂൾസ് മാറ്റുകയോ അല്ലെങ്കിൽ പ്ലാൻ ഷെഡ്യൂൾസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ രീതികളാണ്. ഞങ്ങളുടെ കാഴ്ചക്കാർക്ക് വേണ്ടി ഇത്തരം അറിവുകൾ പങ്കുവച്ചതിന് നന്ദി. താങ്കളെ വീണ്ടും ഒരിക്കൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും. അസ്സലാം.